ഐതിഹ്യമാലയിലെ പ്രസിദ്ധമായ കൊടുമൺ പോറ്റി മലയാളം ബോക്സ് ഓഫീസിൽ 60 കോടി ക്ലബിൽ ഇടം നേടി ചരിത്ര വിജയം നേടിയത് നമ്മൾ കണ്ടതാണ്. പിന്നാലെ പ്രേമലുവും മലയാളത്തിന്റെ അഭിമാനമായി 200 കോടി ക്ലബിൽ മഞ്ഞുമൽ ബോയ്സും ഇടം നേടി. 2024 മോളിവുഡിന്റെ കളി തുടങ്ങിയിട്ടേയുള്ളൂ. അതിന് ഉറപ്പ് നൽകുന്ന നിരവധി വമ്പൻ പ്രോജക്ടുകളാണ് അണിയറയിൽ റിലീസിനായി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഐതിഹ്യമാലയിൽ നിന്നും തിയേറ്ററിന്റെ വലിയ സ്ക്രീനിലേക്ക് എത്തുന്ന അടുത്ത വിസ്മയ ചിത്രമാകാൻ ഒരുങ്ങുകയാണ് ജയസൂര്യ നായകനാകുന്ന കത്തനാർ. അമാനുഷികമായ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചും ഭൂതപ്രേത ദുരാത്മാക്കളുടെ ഇടപെടലുകളെക്കുറിച്ചും പഠിക്കുകയും അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി സ്വായത്തമാക്കിയെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കടമറ്റത്തെ കത്തനാരുടെ കഥ പറയുന്ന കത്തനാർ ദ വൈൽഡ് സോഴ്സസ് എന്ന സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനൊരുങ്ങുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജയസൂര്യ നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം കത്തനാർ ഒരുങ്ങുന്നത് 3D ദൃശ്യവിസ്മയത്തിലാണ്. ചിത്രത്തിന്റെ ആദ്യ അനൗൺസ്മെന്റ് മുതൽ തന്നെ കത്തനാർ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് ഒരുങ്ങുന്നതെന്നുള്ള വാർത്തകൾ ആരാധകരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വമ്പൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കത്തനാരിൽ ജയസൂര്യയ്ക്കൊപ്പം തെന്നിന്ത്യൻ താരറാണി അനുഷ്ക ഷെട്ടിയും ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നുണ്ട്. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഒരു യക്ഷിയുടെ വേഷത്തിലായിരിക്കും അനുഷ്ക എത്തുക. ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ കഥാപാത്രമായിരിക്കാം അനുഷ്ക ഷെട്ടി അവതരിപ്പിക്കുക എന്ന് ചില റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. താമസിക്കാതെ തന്നെ അനുഷ്കയുടെ കഥാപാത്രത്തിന്റെ വിവരങ്ങളും പുറത്തു വിടുമെന്ന് തന്നെയാണ് കത്തനാർ ടീം അറിയിക്കുന്നത്. അനുഷ്കയ്ക്ക് പിന്നാലെ കത്തനാരിൽ പ്രഭുദേവ കൂടി ഒരുമിക്കുമ്പോൾ ചിത്രത്തിന്റെ ക്യാൻവാസ് വീണ്ടും വലുതാവുന്നു എന്ന വലിയ സന്തോഷത്തിലാണ് മോളിവുഡ് പ്രേക്ഷകരും ജയസൂര്യ ആരാധകരും. എന്നാൽ അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ ഏറെ ആവേശം കൊള്ളിക്കുന്ന മറ്റൊരു വമ്പൻ അപ്ഡേറ്റ് എന്തെന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും കത്തനാരിൽ ഒരു ശക്തമായ ക്യാമിയോ റോളിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ താരം താരചക്രവർത്തി മോഹൻലാലും എത്തുന്നുണ്ടെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നത്. ലാലേട്ടൻ കത്തനാറിന്റെ ലൊക്കേഷനിൽ എത്തിയതും ജയസൂര്യയുമായി ഒരുമിച്ച് നിൽക്കുന്ന ചില നിമിഷങ്ങളുമെല്ലാം സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. എന്നാൽ ലാലേട്ടൻ എത്തിയത് കത്തനാറിലെ ആ ക്യാമിയോ റോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫിലിപ്സ് ആൻഡ് ദ മങ്കീപ്പൻ, ജോ ആൻഡ് ദ ബോയ്, ഹോം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം 80 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ ഒരു കിടിലൻ വീഡിയോ അപ്ഡേഷൻസ് ഉടൻ തന്നെ പുറത്തേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കാം. 3D സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കത്തനാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ 45,000 ചതുരശ്ര അടിയിലുള്ള മോഡുലാർ ഫ്ലോറിലാണ് കത്തനാറുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി തുടങ്ങിയ പ്രധാന ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ മൊത്തം 30 ഭാഷകളിലാണ് കത്തനാർ റിലീസിംഗിന് ഒരുങ്ങുന്നത്. 2 ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന കത്തനാർ പാർട്ട് 1 ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. 2024 മലയാള സിനിമയ്ക്ക് ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ മുൻനിരയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും മറ്റ് അപ്ഡേഷൻസിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.